പത്തനംതിട്ട തണ്ണിത്തോട് മുണ്ടോൻമൂഴി മണ്ണീറ റോഡ് തകർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് കോന്നി MLAയുടെ ഫണ്ടിൽ നിന്നും അറ്റകുറ്റപ്പണികൾക്കായി തുക അനുവദിച്ചിരുന്നെങ്കിലും കാര്യമായ ഒരു നിർമ്മാണ പ്രവൃത്തിയും നടന്നില്ല. ജില്ലയിലെ മലയോര മേഖലയിൽ താമസിക്കുന്നവർക്ക് ദുരിതമാവുകയാണ് ഇതുവഴിയുള്ള യാത്ര. പത്തനംതിട്ടയിലെ മലയോര മേഖലയായ തലമാനം മണ്ണീറ നിവാസികൾ പുറം ലോകത്തേക്കെത്താനുള്ള മാർഗമാണ് മുണ്ടോൻമൂഴി മണ്ണീറ റോഡ്. 2022 റോഡ് അവസാനമായി ടാർ ചെയ്തത്. നബാർഡ് അനുവദിച്ച 10 ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു ടാറിംഗ് നടത്തി അധികം വൈകാതെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു. ഇവിടെ നടക്കാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടായി. ഈ വഴിയെ ഇത് വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ റോഡ് നശിച്ചു കിടക്കുക. ഇത് നന്നാക്കാനൊന്നും ആരും ജനങ്ങൾക്കൊരു വിലയില്ല, പക്ഷെ മൃഗങ്ങൾക്ക് വില കൊടുക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഈ റോഡ് കൊണ്ട്. 10 കൊല്ലത്തിൽ ഒരിക്കൽ ഇവർ ചെയ്യുന്നത് ഈ കുഴി അടച്ചു പോകുന്ന ഒരു സിസ്റ്റമാണ് ചെയ്യുന്നത്. ഒരു 3 കൊല്ലം മുമ്പ് അങ്ങനെ അടച്ചു വെച്ച് പോയി. 3 കൊല്ലം കഴിഞ്ഞാണ് ഇത് മൊത്തം പിന്നെ കുളമായിട്ട് പോയേക്കുക. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ടൂറിസ്റ്റ് വണ്ടി വന്ന് ഇവിടെ ഭയങ്കര ഒരു അപകടം ഉണ്ടായി. ഇവിടുത്തെ യുവജനങ്ങളെല്ലോടാണ് വന്ന് ആ വണ്ടി വലിച്ചു കയറ്റിയത്. ഈ മണ്ണീറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരുവാനുള്ള ഏക റോഡ് മാർഗ്ഗം ഇതാണ്. ഇത് വർഷങ്ങളാൽ നശിച്ചു കിടക്കുവായിരുന്നു. KSRTC അടക്കം സർവീസ് നടത്തിയിരുന്ന മണ്ണീറയിലേക്ക് ഇന്നുള്ളത് ഒരു സ്വകാര്യ ബസ് മാത്രമാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ഓട്ടോ ഉൾപ്പെടെയുള്ള ടാക്സി വാഹനങ്ങൾ പോലും പ്രദേശത്തേക്ക് കടന്നുവരാറില്ല. നമ്മുടെ ഈ റോഡിന്റെ ഒരു അവസ്ഥയാണ് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥ. ഒരു 3 വർഷത്തിന് മുമ്പ് ഒരു 10 ലക്ഷം രൂപ അനുവദിച്ച് ഒന്ന് പണിഞ്ഞതാണ്. അത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 2 മാസത്തോളം അത് നിന്നുള്ളൂ. 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും ഇതേ കുഴികളായി. കുട്ടവഞ്ചി സവാരിയും വെള്ളച്ചാട്ടവും ഉൾപ്പെടെ നിരവധി ടൂറിസ്റ്റുകൾ കേരളത്തിൻ്റെയും ഇന്ത്യയുടെ ഫലഭാഗത്തു നിന്ന് തന്നെ ഇവിടെ എത്തി ഈ കുട്ടവഞ്ചി എല്ലാം വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ മണ്ണീറ ഗ്രാമം. എന്നാൽ അതിനനുസരിച്ചൊരു വികസനങ്ങൾ ഈ മണ്ണീറയിൽ എത്തുന്നില്ല. മുണ്ടോൻമൂഴിയിൽ റോഡിന്റെ തുടക്കഭാഗത്ത് വീതി കുറവാണ്. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ അപകട സാധ്യതയും ഏറെയുണ്ട്. സ്കൂൾ ബസ് ഉൾപ്പെടെ നിരവധി വലിയ വാഹനങ്ങളും ദിനംപ്രതി ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട്. അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രം, മണ്ണീറ വെള്ളച്ചാട്ടം എന്നിവിടങ്ങളിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികളും ഈ റോഡിനെയാണ് ആശ്രയിക്കുന്നത്. എത്രയും വേഗം റോഡ് നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.